മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതലുള്ള തിരുവചനം നമുക്ക് ശ്രദ്ധയോടെ വായിച്ച് കേൾക്കാം. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുൾ ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവനത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ ആ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, എന്നോട് ക്ഷമിക്കണമേ, ഞാനെല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ധനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവിനെ കണ്ടുമുട്ടി. അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗൃഹത്തിലിട്ടു. സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെയധികം സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിൻ്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗൃഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥനയിലും, ഇന്ന് കുറേ പേരൊക്കെ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ ഭക്തകൃത്യങ്ങളിലൊക്കെ കുറച്ചൊക്കെ താല്പര്യം കാണിക്കുന്ന കുറേ പേരുണ്ട്. എന്നാൽ പരസ്നേഹം അല്ലെങ്കിൽ സഹഭക്തരോടുള്ള സ്നേഹം, കുടുംബ ബന്ധങ്ങളിലുള്ള സ്നേഹം, അതിന് ഒട്ടും താല്പര്യം കാണിക്കാത്ത ഒരവസ്ഥ പലരിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമുക്ക് 10 പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട്. കർത്താവ് നൽകിയ 10 പ്രമാണങ്ങൾ അത് അതിൻ്റെ സീരിയസ്നെസ് അനുസരിച്ചാണ് എഴുതി വച്ചിരിക്കുക, പ്രാധാന്യം അനുസരിച്ചാണ് എഴുതി വച്ചിരിക്കുക. ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം? ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണമാണ് 1-ാം പ്രമാണം. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. പിന്നെ 2-ാം പ്രമാണം, പിന്നെ 3-ാം പ്രമാണം, പിന്നെ 4-ാം പ്രമാണം. 4-ാം പ്രമാണം നമുക്കറിയാം, മാതാപിതാക്കളെ, മൂത്തവരെ അല്ലെങ്കിൽ അധികാരികളെ ബഹുമാനിക്കുക, ആദരിക്കുക, 4-ാം പ്രമാണം. ഇനി 5-ാം പ്രമാണം നമുക്കറിയാം, 5-ാം പ്രമാണമാണിത്, കൊല്ലരുത്. ഇനി 6-ാം പ്രമാണം നമുക്കറിയാം, അതാണ് വ്യഭിചാരം ചെയ്യരുത്. നോക്കുക, ഓരോ പ്രമാണവും അതിൻ്റെ പ്രാധാന്യമനുസരിച്ചാണ് 1, 2, 3, 4 ദൈവം മോശയ്ക്ക് കൊടുത്ത കൽപ്പന ഇസ്രായേൽ ജനത്തിന് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ 5-ാം പ്രമാണമാണ് കൊല്ലരുത്. അതായത് ആ മേഖലയിലാണ് നമ്മുടെ മനസ്സിൽ വെറുപ്പ്, വിദ്വേഷം, വാശി, വൈരാഗ്യം അത് നിൻ്റെ ഹൃദയത്തിൽ പാടില്ല എന്നുള്ള കൽപ്പനയാണ് 5-ാം പ്രമാണം, കൊല്ലരുത് എന്ന കൽപ്പനയിൽ. പിന്നെ 5-ാം പ്രമാണം കഴിഞ്ഞു വരുന്ന കൽപ്പനയാണ് 6-ാം പ്രമാണം, വ്യഭിചാരം ചെയ്യരുത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ മനസ്സിലാക്കുക, വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പനയേക്കാൾ വലിയ കൽപ്പനയാണ് നീ നിൻ്റെ സഹോദരനെ സഹോദരിയെ വെറുക്കരുത് എന്ന കൽപ്പന. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പത്രോസ് ചോദിക്കുകയാണ്, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമാണോ ക്ഷമിക്കേണ്ടത്? അപ്പോൾ യേശു പറഞ്ഞു, 7 എന്നല്ല 70 പ്രാവശ്യം ക്ഷമിക്കാൻ കർത്താവ് പറയുക. അതായത് എത്ര പ്രാവശ്യം തെറ്റ് ചെയ്താലും നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നമ്മോട് പറയുന്നത് ഇതാണ്. കൊളോസ്സോസ് 3:13, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. ക്ഷമിക്കുക എന്നല്ലാതെ ക്രിസ്ത്യാനിക്ക് അതിന് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞതാണ് ക്ഷമിക്കുക.
ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ യേശു പറഞ്ഞ കാര്യം ചെയ്യണം. ശത്രുക്കളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരോട് ക്ഷമിക്കണം, അവരെ സ്നേഹിക്കണം. ഇത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പല വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ ബന്ധനങ്ങൾ കടന്നു വരാനുള്ള ഒരു കാരണം പരിശുദ്ധാത്മാവ് ഇന്ന് വെളിപ്പെടുത്തുന്നത് ഈ ഒരു മേഖലയാണ്. വെറുപ്പിൻ്റെ മേഖല, സ്നേഹക്കുറവ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് ഉള്ളിലുണ്ടെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന പിന്നെ കേൾക്കില്ല. അല്ലെങ്കിൽ ദൈവാനുഗ്രഹം നമുക്ക് കിട്ടാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് വെച്ചാൽ ഈ ഭൗതിക അനുഗ്രഹങ്ങളല്ല കേട്ടോ അച്ഛൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നമുക്ക് കടന്നു വരാൻ തടസ്സം നിൽക്കുന്ന വലിയൊരു പാപം, വ്യഭിചാരത്തേക്കാൾ വലിയ പാപം എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് സ്നേഹക്കുറവ്, വെറുപ്പ്, വിദ്വേഷം, വാശി, വൈരാഗ്യം, നീരസം, പിണക്കം, പ്രതികാരചിന്ത, ഈ ഒരു സ്വഭാവം. ഇന്ന് പല വീടുകളിലും അല്ലെങ്കിൽ ചില വ്യക്തികളൊക്കെ പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ സ്പിരിച്വൽ ഷെയറിങ്ങിനൊക്കെ വരുമ്പോൾ നമ്മൾ പറയും, ഈ വീട്ടിൽ നല്ല ബന്ധനമുണ്ട്, അല്ലെങ്കിൽ അയ്യോ ചേട്ടന് നല്ല ബന്ധനമുണ്ട്, മോൾക്ക് നല്ല ബന്ധനമുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛൻ എന്ത് പറഞ്ഞേ, അച്ഛൻ എന്താ ഉദ്ദേശിച്ചത് ബന്ധനം എന്ന് പറഞ്ഞപ്പോൾ? അച്ഛൻ പറഞ്ഞല്ലോ വീട്ടിൽ വന്നിട്ട് ബന്ധനം ഉണ്ടെന്ന്, അച്ഛൻ പറഞ്ഞല്ലോ ഞാൻ വന്നപ്പോൾ ബന്ധനം ഉണ്ടെന്ന്. അച്ഛൻ എന്താണ് ബന്ധനം? പലർക്കും അറിയില്ല ഈ ബന്ധനം എവിടെ നിന്നാണ് ഈ വരുന്നത്, എന്താണ് ഈ ബന്ധനം. ഇന്നത്തെ സുവിശേഷം അതിന് വ്യക്തമായ ഉത്തരം തരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഈശോ ഒരു ഉപമ പറയുകയാണ്. ഈശോ നിർദ്ദയനായൊരു ഭൃത്യൻ്റെ ഉപമ. ഒരു മനുഷ്യന് കണക്ക് തീർക്കാൻ 10,000 താലന്ത് കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് ആ യജമാനൻ എല്ലാം അളച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ തനിക്ക് 100 ധനാറാന്ന് വെച്ചാൽ വളരെ നിസാര പൈസയാണ് 100 ധനാറ. ഈ 100 ധനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകയിൽ ഒരുവനെ കണ്ടുമുട്ടി. അവൻ്റെ കഴുത്ത് പിടിച്ചെങ്കിൽ ഞെരിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്തു? അദ്ദേഹം ഈ മനുഷ്യൻ്റെ കാലിൽ വീണിട്ട് എന്നോട് സോറി പറഞ്ഞ് എന്നോട് ക്ഷമിക്കണേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം, ഇങ്ങനെ അദ്ദേഹം മാപ്പ് ചോദിക്കുക. എന്നാൽ ഇവൻ എന്ത് ചെയ്തു? ഇവൻ അത് സമ്മതിച്ചില്ല. ഇവൻ അവനെ കാരാഗ്രഹത്തിലിടുകയാണ്. അങ്ങനെ ഇത് സംഭവിച്ചതെല്ലാം യജമാനൻ അറിഞ്ഞു. അപ്പോൾ സംഭവിച്ചത് യജമാനൻ അറിഞ്ഞപ്പോൾ ആ യജമാനൻ എന്താ ചെയ്തത്? ആ ഭൃത്തിനെ വിളിച്ചിട്ട് ആ സേവകനെ വിളിച്ച് പറഞ്ഞു, ദുഷ്ടനായ സേവക, ആ വിളി തന്നെ ശ്രദ്ധിക്കുക. സ്വന്തം സഹോദരനോട് ക്ഷമിക്കാത്ത, കരുണ കാണിക്കാത്ത മനുഷ്യനെ യജമാനൻ എന്ന് വെച്ചാൽ ദൈവം വിളിക്കുന്ന പേരാണ് ദുഷ്ടൻ. ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചുകൊണ്ട് നിൻ്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. നിൻ്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. നീ എന്നോട് പ്രാർത്ഥിച്ച് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്ന് ദൈവം ചോദിക്കുക. എന്നിട്ട് അടുത്ത വചനം ശ്രദ്ധിക്കുക. യജമാനൻ കോപിച്ച്, യജമാനന് കോപം വരുന്ന സമയമാണ്. സഹോദരൻ സഹോദരനെ വെറുക്കുമ്പോൾ, സഹോദരിയെ വെറുക്കുമ്പോൾ, വെറുപ്പും വിദ്വേഷവും മനസ്സിലേക്ക് നിറയുമ്പോൾ യജമാനന് ദേഷ്യം, ദൈവത്തിന് ദേഷ്യം വന്ന ഒരു സംഭവം ഇതാണ്. നമുക്കറിയില്ലേ, ബൈബിളിൻ്റെ ചരിത്രത്തിൽ ദൈവം പൊട്ടിത്തെറിച്ചത് ആദം ഹവ്വയും പാപം ചെയ്തപ്പോഴല്ല. ദൈവം പൊട്ടിത്തെറിച്ചത് കായേൽ ആബേലിനെ കൊന്നു. സഹോദരനെ കൊന്നപ്പോഴാണ് ദൈവം പൊട്ടിത്തെറിക്കുക. അതാണ് ദൈവത്തിന് ദേഷ്യം വന്ന സമയം. ചരിത്രത്തിൽ ആദ്യമായിട്ട് ദേഷ്യം വന്നതെന്നായിട്ട് പറയുന്നത് ഈ കായേൽ ആബേലിനെ കൊന്നപ്പോഴാണ്. ഇത് അത് തന്നെയാണ് പറയുക. യജമാനൻ കോപിച്ചു. എന്തുകൊണ്ട്? ഈ സേവകൻ തൻ്റെ സഹസേവകനോട് കരുണ കാണിക്കാതെ കണ്ടപ്പോൾ, അവനെ വെറുത്തത് കണ്ടപ്പോൾ യജമാനൻ കോപിച്ചു. യജമാനൻ കോപിച്ച് എന്ത് ചെയ്തു? കടം മുഴുവനും വീട്ടുന്നത് വരെ അവനെ കാരാഗൃഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കാരാഗൃഹ അധികൃതർക്ക് ഏൽപ്പിച്ചതെന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? കാരാഗൃഹം എന്ന് വെച്ചാൽ എന്താണ്? ജയില്. ജയിലെന്ന് വെച്ചാൽ എന്താണ്? തടങ്കലെന്ന് വെച്ചാൽ എന്താണ്? ബന്ധനം. അപ്പോൾ ഈ സഹസേവകനോട് ക്ഷമിക്കാത്ത വ്യക്തി, കരുണ കാണിക്കാത്ത വ്യക്തി ഇപ്പോൾ എവിടെയാണ്? കാരാഗ്രഹത്തിലാണ്, തടങ്കലിലാണ്, ജയിലിലാണ്, ബന്ധനത്തിലാണ്. ഇതിനെയാണ് ബന്ധനം എന്ന് പറയുന്നത്. ഇനി ഈ ബന്ധനത്തിൽ കിടന്നുകൊണ്ട് അവൻ്റെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് നടക്കുമോ? അവൻ്റെ ജോലി തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് നടക്കുമോ? പരിശുദ്ധാത്മാ വിഷയം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് നടക്കുമോ? രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് നടക്കുമോ? വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ നടക്കുമോ?
കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് നടക്കുമോ? എന്തെങ്കിലും തരത്തിലുള്ള ആത്മീയ ഉന്നതി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ? ഉണ്ടാകില്ല. അതുകൊണ്ടല്ലേ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 5-ാം അധ്യായത്തിൽ 25-ാം തിരുവചനം കർത്താവ് പറയുക, നീ പ്രതിയോഗിയോട് വഴുക്കി തെച്ച് വേഗം രമ്യതപ്പെട്ടു കൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും, അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. കണ്ടോ, അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വിട്ടോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. കണ്ടോ, ക്ഷമിക്കാത്ത വ്യക്തിയെ ദൈവം കാരാഗ്രഹത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന വെച്ചാൽ ബന്ധനത്തിൽ, ആ വ്യക്തി ബന്ധനത്തിലാണ്. എൻ്റെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്വനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവൃത്തി. ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ, അത് ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ, അത് അങ്ങനെയല്ല, ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ. പലരും പറയും, അച്ഛാ ഞങ്ങളൊക്കെ ക്ഷമിച്ചു, ഞങ്ങളിപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, ഞങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞ് പോകുന്നവരാണ്. കൂടിക്കഴിഞ്ഞ് പോകുന്നതാണോ ക്ഷമ? കൂടിക്കഴിഞ്ഞ് പോകുന്നതല്ല ക്ഷമ. കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്നതോ, അല്ലെങ്കിൽ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ, ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നതോ, പെരുന്നാൾക്ക് ഒരുമിച്ചിരിക്കുന്നതോ, ഇതൊന്നല്ല ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതൊരു ആറ്റിറ്റ്യൂഡാണ്. അത് മനസ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ക്ഷമ. ഇനി ചിരിച്ചില്ലെങ്കിലും, ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ചില്ലെങ്കിലും, ഇനി മിണ്ടി പറഞ്ഞില്ലെങ്കിലും ഇത് നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കും. അപ്പം ക്ഷമ ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് മനസ്സിലാക്കുക. അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. നീ ക്ഷമിച്ചു എന്ന് പറയുന്നുണ്ട്, എങ്കിലും പഴയ ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ആ വ്യക്തിയോട്, ആ സാഹചര്യത്തോട്, എന്നാലും അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, എന്നാലും ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, എന്നാലും അങ്ങനെയൊക്കെ നടന്നില്ലേ, അല്ലെങ്കിൽ നീ അങ്ങനെ ഒരു ചിന്ത നിനക്ക് വരുന്നുണ്ടോ, അതിൻ്റെ അർത്ഥം നീ മനസ്സുകൊണ്ട് ക്ഷമിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കുക, കർത്താവ് പറയുന്നത് വലിയൊരു കണ്ടീഷൻ. നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാനും കാരണമായിട്ട് പറയുക, കേൾക്കാതിരിക്കാൻ കാരണം വെറുപ്പാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം 11:24. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും. കണ്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിച്ചോ, അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. കർത്താവ് വീണ്ടും വീണ്ടും തരുന്ന ഒരു കണ്ടീഷനാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-ാം തിരുവചനം. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ എൻ്റെ സ്വർഗ്ഗസ്വനായ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റും ക്ഷമിക്കില്ല. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. യേശുവിൻ്റെ സ്വഭാവമാണത്. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ തെറ്റുകൾ ഞാൻ ക്ഷമിക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ ഞാൻ ക്ഷമിക്കില്ല. കുമ്പസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റുകൾ ഞാൻ ക്ഷമിക്കും, കുമ്പസാരിച്ചില്ലെങ്കിൽ ഞാൻ ക്ഷമിക്കില്ല. അങ്ങനെയല്ലാണ്ട് ഈശോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ഈ വൈദികൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോകുമ്പോൾ വൈദികൻ ഇങ്ങനെ പ്രായശ്ചിത്തം അല്ലെങ്കിൽ ഇങ്ങനെ പാപമോചനം തരുമ്പോൾ പാപമോചനം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടില്ല. പാപമോചന കുദാശിയാണ് കുമ്പസാരം എന്ന് വെച്ചാൽ. പാപമോചന കുദാശിയാണ്, കാരുണ്യത്തിൻ്റെ കുദാശിയാണ്. ആ കുദാശ കൂട്ടിൽ പോയിട്ട്, ആ കുമ്പസാര കൂട്ടിൽ പോയിട്ട്, ഇതാ ഗുരു ഭാവിയായ എൻ്റെ മേൽ കരുണയായിരിക്കണേന്ന് പറഞ്ഞ് എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞ് നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ കർത്താവ് നമ്മോട് ക്ഷമിക്കും. തീർച്ചയാണ്. എങ്ങനെയെങ്കിൽ നീ നിൻ്റെ സഹോദരനോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ വൈദികൻ ഇങ്ങനെ പാപം മോചിക്കുമ്പോൾ നിനക്ക് പാപമോചനം കിട്ടുള്ളൂ. അല്ലാതെ നിൻ്റെ സഹപ്രവർത്തകൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവനോടൊരു കരുണ കാണിക്കാതെ നീ വന്ന് കുമ്പസാരക്കൂട്ടിലിരുന്ന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പാപമോചന കൂദാശയ്ക്ക് വേണ്ടി അണഞ്ഞതുകൊണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഒരിക്കലും പാപമോചനം കിട്ടില്ല. അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ വളരെ ശക്തമായി പറയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം വായിക്കാം. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവിടുന്ന് അവൻ്റെ പാപം മറക്കില്ല. അയൽക്കാരൻ്റെ തിന്മകളൊക്കെ നീ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിൻ്റെ പാപങ്ങളും കർത്താവ് ക്ഷമിക്കും. അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? ഇന്ന് പലരും കരുണ കൊന്ത ചെല്ലാൻ വലിയ ഇൻട്രസ്റ്റാണ്.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണേ. എങ്ങനെയാണ് കരുണ ലഭിക്കുക? കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ട് കരുണ കിട്ടില്ല. നീ മറ്റുള്ളവരുടെ കരുണ കാണിച്ചാലാണ് കരുണ ലഭിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം തിരുവചനം എന്താണ്? കരുണക്കൊന്ത ചെല്ലുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുന്നതാണോ? അങ്ങനെ ആ വചനമാണോ പറയുന്നത്? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുന്നതാണ് പറയുക. കരുണ കാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അല്ലാതെ കരുണക്കൊന്ത ചെല്ലുന്നവർ ഭാഗ്യവാന്മാർ എന്നല്ല പറയുക. ഇന്ന് പലരും കരുണക്കൊന്ത ചെല്ലും, പക്ഷെ കരുണ കാണിക്കില്ല. അതാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ, വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 13-ാം തിരുവചനം, കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാവും. കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാവും. നീ നിൻ്റെ സഹപ്രവർത്തനോടോ അയൽക്കാരനോടോ നിൻ്റെ കൂട്ടുകാരനോടോ നീ കരുണ കാണിക്കുന്നില്ലേ, ദൈവം നിന്നോടും അതുപോലെ തന്നെ പ്രവർത്തിക്കും. വളരെ സിമ്പിളാണ് യേശുവിൻ്റെ സ്വഭാവം. നീ ക്ഷമിച്ചാൽ ഞാൻ ക്ഷമിക്കും, നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ ഞാൻ ക്ഷമിക്കില്ല. അതേ വചനം നോക്കുക, അയൽക്കാരൻ്റെ തിന്മ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപവും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് എന്തെങ്കിലും കരുണ പ്രതീക്ഷിക്കാമോ? എന്നിട്ട് വീണ്ടും പറയുകയാണ്, തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ എങ്ങനെയാണ് ദൈവത്തോടെ ദൈവം എന്നോട് ക്ഷമിക്കണേ എന്നാൽ നീ നിൻ്റെ സഹപ്രവർത്തനോട് ക്ഷമിച്ചിട്ടുണ്ടോ ഇല്ലേ? എങ്ങനെയാണ് അത് സംഭവിക്കുക? ദൈവം ചോദിക്കുകയാണ്, തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ കാരുണ്യത്തിൻ്റെ കൂദാശയെ കുമ്പസാരിക്കാൻ പോകുന്നത് എങ്ങനെ ചോദിക്കുകയാണ് ദൈവം. വീണ്ടും വചനം പറയുകയാണ്, മർത്യൻ വിദ്വേഷം വെറുപ്പും വെച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? യേശുക്രിസ്തു പരിഹാരം ചെയ്യുമോ? മർത്യൻ വിദ്വേഷം വെറുപ്പും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്ത്യത്തെ ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പന പാലിക്കുക, കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക, അത്യുന്നതൻ്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ അവഗണിക്കുക. അത് സാരില്ല, അത് അറിയാത്ത സംഭവിച്ചത്. ഈശോ അങ്ങനെയല്ല പറഞ്ഞത്. ഈശോ കുരിശി കിടക്കുമ്പോൾ എന്താ ചെയ്തത്? അത് പിതാവ് ഇവർ അറിയുന്നില്ല, ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയാം, ഇവരോട് ക്ഷമിക്കണേ. മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ അവഗണിക്കുക, അത്യുന്നതൻ്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ നീ അവഗണിക്കുക, ജീവിതാന്ത്യത്തെ ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. വചനം പറയുകയാണ്, ജീവിതാന്ത്യത്തെ ഓർത്ത്. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ 17 മുതലുള്ള തിരുവചനം, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, ഏവരുടെയും ദൃഷ്ടിയും ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ, സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടുമെന്ന് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു. മാത്രമല്ല, നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക, ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. ദൈവം പറയാണ്, നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക, തന്മൂലം നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. അപ്പം എന്തുകൊണ്ടിങ്ങനെ ബന്ധനം? ഒരിക്കലും ഒരു വീട് ബ്ലസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ആ സഹോദരി ഭയങ്കര പ്രാർത്ഥനയുള്ളൊരു സഹോദരിയാണ്. ആ സഹോദരി എന്നെ പല പ്രാവശ്യം വിളിച്ചു, ഒത്തിരിയേറെ പ്രാർത്ഥിക്കാൻ, അത്രമാത്രം പ്രാർത്ഥിക്കും. എന്താണ് ആ കുടുംബത്തിൻ്റെ പ്രശ്നം? കടബാധ്യത. ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാത്ത രീതിയിൽ അത്ര കടബാധ്യത. ഇവർ താമസിക്കുന്നത് തന്നെ ഇവരുടെ ബന്ധുക്കളുടെ ഒരു വീട്ടിലാണ് താമസം. ആ ബന്ധുക്കൾ ഗൾഫിലോ മറ്റോ വിദേശത്താണ്. അവരിവരോട് പറഞ്ഞ് വാടകയൊന്നും തരണ്ട, ഞങ്ങൾ വരണവരെ ഇവിടെ താമസിച്ചോളം വന്ന് അവർ പോയിരിക്കുകയാണ് കുടുംബസമേതം. അങ്ങനെ അവരുടെ ഒരു ആനുകൂല്യത്തിൽ അവരിങ്ങനെ അവിടെ താമസിക്കുകയാണ്. അങ്ങനെ ഭാര്യയും ഭർത്താവും 2 കുട്ടികളും 10-ലോ 12-ലോ പഠിക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടി. ഞാനവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു, ഇവരുടെ ഇത് വെഞ്ചരിക്കാനായിട്ട് ചെന്നപ്പോൾ ശക്തമായ വെറുപ്പ് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. വെറുപ്പാണ് ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ബന്ധനം. ഞാൻ പറഞ്ഞു, നല്ല ബന്ധനം ഉണ്ടല്ലോ. അപ്പോൾ ചാച്ചൻ്റെ ബന്ധനം? ഞാൻ പറഞ്ഞു, ശക്തമായ വെറുപ്പ് നിങ്ങൾക്ക് ആരോടൊക്കെയുണ്ട്. ഉടനെ ആ ഭർത്താവ് പറഞ്ഞു, ആ സഹോദരൻ പറഞ്ഞു, അച്ഛാ എനിക്കും നല്ല വെറുപ്പ്, ഇവൾക്കാണ് വെറുപ്പ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് ആരോട് ഇത്ര മാത്രം ദേഷ്യം വെറുപ്പ്? ആ സഹോദരിക്ക് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എന്താ കാരണം? അപ്പോൾ ആ മകൾ പറഞ്ഞു, ഈ 2 കുട്ടികൾ 10-ഉം 12-ലോളം കുട്ടികൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കിത് പറയാൻ പറ്റില്ല. ഞാൻ അവരോട് മാറ്റി നിർത്തി. അതിന് എന്താ സംഭവം ചോദിച്ചപ്പോൾ, ഈ മകളുടെ ചേട്ടൻ ഒരു ഏജ് വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു 10-12 വയസ്സ് വ്യത്യാസമുണ്ട്. ചേട്ടൻ മൂത്തതാണ്, വളരെ മൂത്തതാണ്. അപ്പോൾ ഈ ചേട്ടൻ ഇവളെ ദുരുപയോഗിച്ചതാണ്. സ്വന്തം അനീതിയെ, ഈ സഹോദരിയെ ദുരുപയോഗിച്ചൊരു സംഭവം ആ മകൾക്ക് ഇപ്പോഴും ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞപ്പിക്കുകയും
കരച്ചിൽ ആരംഭിച്ചു. ഉടനെ പേര് തന്ന് ഞാൻ ചോദിച്ചു, ആരാ ആൻ്റണി? അപ്പോൾ അതാണ് ചേട്ടൻ വന്ന്. പിന്നെ അത് ഗംഭീര കരച്ചിലായി. കണ്ടോ, മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര വെറുപ്പ് നിൽക്കുകയാണ്. ഈ വെറുപ്പ് കിടക്കുന്നിടത്തോളം കാലം നമ്മൾ ബന്ധനത്തിലാണ്. അതാണ് ബന്ധനം, അത് നിൻ്റെ ബന്ധനാണത്. ആ ബന്ധനത്തിൽ കിടന്നുകൊണ്ട് നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം അവിടെ അഭിഷേകം വർഷിക്കപ്പെടില്ല, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാവില്ല. വെറുപ്പ്, വിദ്വേഷം, വാശി, വൈരാഗ്യമുള്ളിടത്തൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അതിന് കുറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് പറയുക, അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിലൊരു സംഭവം അച്ഛൻ വായിക്കാം. അവിടെ ഇങ്ങനെയാണ്, സമരിയക്കാർ ദൈവവചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലെ അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും സമരിയക്കാരുടെ അടുത്തേക്ക് അയക്കുകയാണ്. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെന്നറിയാൻ ഈ പത്രോസും യോഹന്നാനും ഈ സുവിശേഷം സ്വീകരിച്ച എല്ലാവരുടെ തലയിൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി പത്രോസും യോഹന്നാനും കൈവച്ച് പ്രാർത്ഥിക്കുന്നതും അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ വിജാതീയരായ സമരിയക്കാർക്ക് ലഭിക്കുന്നതും ഇതൊക്കെ ഒരു മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായി. ഏതാ മനുഷ്യൻ? ഒരു മാന്ത്രികനായ ശിമിയോൻ, മജീഷ്യനായ ശിമിയോൻ. അദ്ദേഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. ഇങ്ങനൊരു മാജിക്കോ? ഞാൻ എത്ര മാജിക്ക് പഠിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു മാജിക്ക് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ആൾക്കാരുടെ തലയിൽ കൈവയ്ക്കുക, അവരൊക്കെ അങ്ങനെ ഒരു പ്രത്യേക പരിശുദ്ധാത്മാവെന്ന് പറയുക, വരദാനങ്ങൾ കിട്ടുക, എനിക്ക് ഈ ടെക്നിക്ക് അറിയില്ലല്ലോ. അദ്ദേഹം എന്ത് ചെയ്തു? ഈ പത്രോസിൻ്റെയും യോഹന്നാൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് നല്ല ഒരു പൈസ കൊടുത്തിട്ട് പറഞ്ഞു, പണം കൊടുത്തിട്ട് പറഞ്ഞു, വചനം പറയുകയാണ്, അപ്പോസ്തലന്മാരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമിയോൻ എന്ന മാന്ത്രികൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാനും ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ഒരു ഉന്നത ശക്തി എനിക്കും തരിക. കണ്ടോ, അദ്ദേഹം കരുതി പരിശുദ്ധാത്മാവിനെ പണം കൊടുത്ത് വാങ്ങാമെന്നാണ് ഈ മജീഷ്യൻ ശിമിയോൻ കരുതിയത്. അപ്പോൾ പത്രോസ് എന്ത് പറഞ്ഞു? പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തെട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ. എന്തെന്നാ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. നിനക്ക് ഈ കാര്യത്തിൽ, ഏത് കാര്യത്തിൽ? പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കില്ല. കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധിയുള്ളൊരു ഹൃദയമല്ല. നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടില്ലേ ശിമിയോനെ? കാരണം നിന്റെ ഹൃദയത്തിൽ ഒത്തിരി ദുഷ്ടതയുണ്ട്. ഏതാ ഈ ദുഷ്ടത? അടുത്ത വചനം, അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുതപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരുപക്ഷെ നിന്റെ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും. എന്നിട്ട് ആ പരിശുദ്ധാത്മാവ് ഈ വെളിപ്പെടുത്തുകയാണ് പത്രോസിലൂടെ ഏത് പാപമാണ് ഈ മാന്ത്രികനായ ശിമിയോൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് കിട്ടാൻ തടസ്സമായി നിന്നതെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. നോക്കിയേ, നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശിമിയോനെ, നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടില്ല. അതിന് കിട്ടാനുള്ള തടസ്സം വേറൊന്നല്ല, നിന്റെ മനസ്സിൽ ഒത്തിരി പേരോട് വെറുപ്പ്, വിദ്വേഷം, വാശി, വൈരാഗ്യം, നീരസം, ഇണക്കം, പ്രതികാര ചിന്ത, സ്നേഹക്കുറവുണ്ട്. ഇത് വെച്ച് നിനക്ക് എങ്ങനെ പരിശുദ്ധാത്മാവിന് കിട്ടുന്ന പറയുന്നേ? വെറുപ്പുള്ളവർക്ക് പരിശുദ്ധാത്മാവ് വരില്ല. രണ്ട് രീതിയിൽ പറയും. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് വെറുപ്പ് മാറിപ്പോവാന്ന് പറയും, ക്ഷമിക്കാനുള്ള കൃപ ലഭിക്കാമെന്ന് പറയും. അല്ലെങ്കിൽ ക്ഷമിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വരിക എന്ന് പറയും. അച്ഛതെങ്ങനെ രണ്ടും ശരിയാവണേ? അതിൻ്റെ അർത്ഥം ഇതാണ് എൻ്റെ പ്രിയ മക്കളെ, താൻ പാതി ദൈവം പാതി. നീ ആഗ്രഹിക്കണം, ഒരു പക്ഷേ അത്രയും വലിയ ദ്രോഹമായിരിക്കും മറ്റുള്ളവർ നമ്മോട് ചെയ്തിരിക്കുന്നത്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരിക്കാം. നീ എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് ക്ഷമിക്കാനായിട്ട് ആഗ്രഹിക്കണം. കർത്താവേ, ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്നോട് ദ്രോഹം ചെയ്ത ആ വ്യക്തിയോട് ക്ഷമിക്കാൻ, പക്ഷേ എനിക്ക് എന്നെ കൊണ്ടാവുന്നില്ല, നീ എന്നെ സഹായിക്കണേ. ഇങ്ങനെ പറഞ്ഞാൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. പക്ഷേ ഇങ്ങനെ ചിന്തിച്ചിരിക്കാന്ന് കരുത്, എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ശരി, എന്തൊക്കെ തോന്നിപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയാലും ശരി, ഞാൻ ഈ വ്യക്തിയോട് ക്ഷമിക്കില്ല എന്ന് നീ ഒരു തീരുമാനം എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പിന്നെ ഇടപെടാൻ സാധിക്കില്ല. അങ്ങനെ തീരുമാനം, ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് തീരുമാനം എടുത്തു വെച്ചിട്ടുള്ള മക്കൾ, അത് പരിശുദ്ധാത്മാവിനെതിരായുള്ളൊരു പാപമാണ്. അവർ പരിശുദ്ധാത്മാവിനെയാണ് അവർ നിന്ദിച്ച് പുറന്തള്ളി കളയുക. പരിശുദ്ധാത്മാവിനെ, ക്ഷമ എന്ന പുണ്യം തരുന്ന പരിശുദ്ധാത്മാവിനെയാണ് നീ തള്ളിക്കളയുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആർക്കെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പരിശുദ്ധാത്മാവിന് പറയാം, പരിശുദ്ധാത്മാവേ, എനിക്ക് ക്ഷമിക്കാൻ ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് നിൻ്റെ ഫലങ്ങളിൽ ഒന്നാണല്ലോ ക്ഷമ. നീ എന്നിൽ വന്ന് നിറഞ്ഞ് എന്നെ ക്ഷമിക്കാനായിട്ട് പഠിപ്പിക്കണേ, സഹായിക്കണേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്നെ ക്ഷമിക്കാനായിട്ട് സഹായിക്കും. ശിമിയോനോട് പറയുകയാണ്, ഈ മാന്ത്രികനായ ശിമിയോനോട് പത്രോസ് പറയുകയാണ്, നിനക്കൊരിക്കലും പരിശുദ്ധാത്മാവിനെ കിട്ടില്ല ശിമിയോനെ. കാരണം നിൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ വിദ്വേഷം, വെറുപ്പും, വാശിയും, വൈരാഗ്യം നിറഞ്ഞ് കവിഞ്ഞു കിടക്കുകയാണ്. അതാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9 മുതലുള്ള തിരുവചനം.
താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ സഹോദരിയെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല. എന്നാൽ തൻ്റെ സഹോദരനെ സഹോദരിയെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ തപ്പി നടക്കുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. കണ്ടോ, അവൻ അന്ധകാരത്തിലാണ്. സഹോദരനെ വെറുക്കുന്നവൻ അന്ധകാരത്തിലാണ്. വീണ്ടും 1 യോഹന്നാൻ 3:11 മുതൽ ആദ്യം മുതലേ നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്: നമ്മൾ പരസ്പരം സ്നേഹിക്കണം. ഇതാണ് ആദ്യം മുതലുള്ള സന്ദേശം. തിന്മയുടെ സന്തതിയും സഹോദരനെ കൊന്നവനുമായ കായേലിനെ പോലെ ആകരുത്. എന്ത് കാരണത്താലാണ് അവൻ സഹോദരനെ കൊന്നത്? തൻ്റെ പ്രവൃത്തിക്ക് ദുഷിച്ചതും തൻ്റെ സഹോദരൻ്റെ പ്രവൃത്തിക്ക് നീതിയുക്തവും ആയതുകൊണ്ട് തന്നെ. സഹോദരരെ, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. എന്നിട്ട് പറയുകയാണ്, സഹോദരനെ സ്നേഹിക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകി നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. നമ്മളും സഹോദരന്മാർക്ക് വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയുക, എൻ്റെ മക്കളെ വാക്കിലും സംസാരത്തിലും ഒന്നല്ല സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ് സ്നേഹിക്കേണ്ടത്. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ആ വ്യക്തിയിൽ എങ്ങനെ ദൈവസ്നേഹം നിലനിൽക്കും, പരിശുദ്ധാത്മാവ് നിലനിൽക്കും? 1 യോഹന്നാൻ 4:19 പറയുകയാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. ക്രിസ്തുവിൽ നിന്നാണ് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം. ദൈവത്തെ മാത്രം സ്നേഹിക്കുക, സഹോദരനെ വെറുക്കുക, അങ്ങനൊരു പരിപാടി പറ്റില്ല. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല. നീ സ്നേഹിക്കുകയാണെങ്കിൽ ദൈവത്തെയും സ്നേഹിക്കും, സഹോദരനെ സ്നേഹിക്കും. നീ വെറുക്കുകയാണെങ്കിൽ ദൈവത്തെയും വെറുക്കും, സഹോദരനെയും വെറുക്കും. ഇത് രണ്ടും ഇങ്ങനെ ഒരുമിച്ചാൽ പോകുള്ളൂ. അല്ലാതെ ഇങ്ങനെ രണ്ട് വള്ളത്തിൽ കാല് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവർക്ക് ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരിക്കൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി, നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ്, പ്രാർത്ഥനയ്ക്ക് കൂട്ടായ്മയ്ക്കൊക്കെ ലീഡറായിട്ട് നിൽക്കുന്ന സഹോദരിയാണ്, ഒത്തിരി വരദാനങ്ങളുള്ളൊരു സഹോദരിയാണ്. ആ മോളുടെ വിവാഹം നടക്കുന്നില്ല. 10-28 വയസ്സായി, വിവാഹം എന്ത് ചെയ്ത് നടക്കുന്നില്ല. ആ മകൾക്ക് അവർക്ക് നല്ല സമ്പത്തുണ്ട്, നല്ല ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നും നടക്കാത്തൊരവസ്ഥ. ഈ സഹോദരി പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ലീഡർഷിപ്പ് കൊടുക്കും, സന്ദേശങ്ങൾ വിളിച്ച് പറയും, പ്രാർത്ഥിക്കും, കൗൺസിലിംഗ് കൊടുക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നവൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. ഈ സ്ത്രീ പറയുന്നതൊക്കെ സംഭവിക്കും. പക്ഷേ ഈ സ്ത്രീയുടെ കുടുംബത്തിൽ ഈ ഒരു കാര്യം സാധിച്ചു കിട്ടുന്നില്ല. അപ്പോൾ ഈ സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നവൻ്റെയൊക്കെ കാര്യങ്ങൾ ദൈവം സാധിച്ചു കൊടുക്കും. എൻ്റെ ഈ ഒരു ആവശ്യം മാത്രം, എൻ്റെ ഈ മോളുടെ കാര്യം, അത് ദൈവം എനിക്ക് സാധിച്ചു തരുന്നില്ല. എപ്പോഴും അതിന് നിരാശയാണ്. മാത്രമല്ല, കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് എപ്പോഴും അടിക്കടി പനി, അങ്ങനെ പനി മാറാത്ത അവസ്ഥ, അതിൻ്റെ രോഗം എന്താണെന്ന് മനസ്സിലാകാത്ത അവസ്ഥ, ഇങ്ങനെ ഒത്തിരിയേറെ കഷ്ടപ്പാടിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ എപ്പോഴും ഈ പ്രാർത്ഥിക്കുന്ന സഹോദരി എന്നോട് വന്ന് പറയുക, എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. പക്ഷേ ഞാനതൊന്നും അത്ര പ്രാർത്ഥിക്കും, പക്ഷേ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എവിടെ ഏകദേശം ഒരു 1.5 വർഷത്തോളം അങ്ങനെ എൻ്റെ പിന്നാലെ നടന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഈ മകളുടെ വിവാഹം നടക്കുന്നില്ല. 1.5 വർഷമൊക്കെ ആയി. അങ്ങനെ ഒരിക്കലും വീണ്ടും ഈ മകള് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മോളുടെ കല്യാണം നടക്കുന്നില്ല അച്ഛാ, എല്ലാവർക്കും അനുഗ്രഹം കിട്ടുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്ന് എനിക്കും അത് എന്താ തടസ്സം എന്ന് അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അന്ന് ഇവൾക്ക് വേണ്ടി എന്നെ ഇരിക്കാൻ തീരുമാനിച്ച് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂറോളം സമയം ഞാൻ കർത്താവിനെ സ്തുതിച്ചിട്ടുണ്ട്. ഈ മകളെ സമർപ്പിച്ച്, കർത്താവേ, എന്തുകൊണ്ട് ഇവളുടെ വിവാഹം നടക്കുന്നില്ല? ഇങ്ങനെ സ്തുതിച്ച് ഒരു സന്ദേശവും കർത്താവ് തരുന്നില്ല. അങ്ങനെ സ്തുതിച്ച് ഏകദേശം 1 മണിക്കൂറോളമായപ്പോൾ പെട്ടെന്ന് വായിന്നൊരു വാക്ക് ഇങ്ങനെ വന്നു, ത്രേസ്യ. ഇങ്ങനെ ഒരു വാക്ക് വരികയാണ്, ത്രേസ്യ. അപ്പോൾ ഉടനെ ഞാൻ അവരോട് ചോദിച്ചു, അവരെ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ത്രേസ്യ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? കാരണം ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ കർത്താവ് തരുന്നത് ത്രേസ്യയായി ബന്ധപ്പെട്ടൊരു സംഭവമാണ് ഈ മകളുടെ വിവാഹം നടക്കാത്തതിൻ്റെ കാരണം എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഇത് പറഞ്ഞപ്പോഴേക്കും ആ സഹോദരി ഞെട്ടിത്തെരിച്ചു. ഇത് പറഞ്ഞ്, എൻ്റെ ദൈവമേ, അച്ഛൻ എത്ര വലിയ വെളിപ്പെടുത്തലാണ് ദൈവം തന്നിരിക്കുന്നത്. അച്ഛൻ, അത് വേറെ ആരുമല്ല, അത് ഞങ്ങളുടെ അമ്മായിയാണ്, അപ്പൻ്റെ പെങ്ങളാണ്. ഈ പെങ്കൊച്ചിൻ്റെ അപ്പൻ്റെ പെങ്ങള്.
ഇതാ അമ്മായിയാണ്, അത് വിവാഹം കഴിച്ചിട്ടില്ല, ഇവരുടെ വീട്ടിലെ താമസം. ഒരു കൂനി കൂടിയ ഒരു ചെറിയ വണ്ണം കുറഞ്ഞ കുഞ്ഞിയ ഒരു ചെറിയൊരു സഹോദരി, ഒരു പ്രായമുള്ളൊരു സഹോദരി. എന്താ സംഭവം? ഈ സഹോദരി പറഞ്ഞു, ഈ ചേച്ചി എന്നോട് പറയുക, അച്ഛാ അത് എൻ്റെ മോള് എനിക്ക് തോന്നുന്നു ഒരു 3-ോ 4-ലോ പഠിക്കുമ്പം ആയിരിക്കും അവസാനമായിട്ട് ഈ അമ്മായിയോട് സംസാരിച്ചത്. ഇവളുടെ അപ്പൻ്റെ പെങ്ങളോട് അവസാനമായി സംസാരിച്ചത് ഇവള് 3-ലോ 4-ലോ പഠിക്കുമ്പോഴായിരിക്കും. പിന്നീട് ഒരു വീട്ടിലാണ് താമസമെങ്കിലും ഇതുവരെ ഒരു കമാന്നൊരു അക്ഷരം ഇവള് അമ്മായിയോട് സംസാരിക്കില്ല. അമ്മായിയുടെ റൂമിൽ കല്യാണം കഴിക്കാത്തൊരു കുഞ്ഞു കൂടിയൊരു പാവം സഹോദരി അതിങ്ങനെ താമസിക്കുന്നു. ഇവളുടെ കാര്യം ഒരിക്കലും സംസാരിക്കില്ല ഇവർ തമ്മിൽ. ഇത് കേട്ടോടുകൂടി ഈ പ്രാർത്ഥിക്കുന്ന സഹോദരി എന്ത് ചെയ്തു? ഈ വെളിപ്പെടുത്തൽ ആ മകൾക്ക് കൊടുത്തു. ആ പെങ്കൊച്ചാണെങ്കിൽ നന്നായി പ്രാർത്ഥിക്കുന്നത്, ജീസ് യൂത്തിലുള്ളത്, നന്നായി പ്രാർത്ഥിക്കുന്ന നല്ലൊരു മോളാണ്. പക്ഷെ വിവാഹം നടക്കുന്നില്ല. ആർക്കും മനസ്സിലാവില്ല എന്തുകൊണ്ട് വിവാഹം നടക്കുന്നില്ല. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. സ്വന്തം വീട്ടിലുള്ള ഈ അപ്പൻ്റെ പെങ്ങളോട് വർഷങ്ങൾക്ക്, എത്രയോ 28 വയസ്സായി, എത്ര കാലം മുമ്പ് മിണ്ടിയത്. എന്താ കാരണം? അതിന് കാണാറ്റി സഹോദരി പറഞ്ഞു, അച്ഛൻ വേറെ വലിയ കാരണമൊന്നുമല്ല, ഇവള് കുഞ്ഞായിരുന്നപ്പോൾ ഇവളുടെ തലമുടിക്ക് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന തലമുടിയാണ്, പിന്നെ നിറം കുറവാണ്. അപ്പോൾ ഇവളുടെ നിറം കുറവിൻ്റെ പേരിൽ, ഇങ്ങനെ ചുരുണ്ട മുടിയുടെ പേരിൽ ഈ അമ്മായി ചെറുപ്പത്തിൽ ഈ കൊച്ചിനെ എപ്പോഴും കളിയാക്കുമായിരുന്നു. ഈ കളിയാക്കൽ ഇവൾക്ക് ഇഷ്ടമില്ല. അങ്ങനെ അന്ന് ഇവള് വാശി പിടിച്ച് ദേഷ്യപ്പെട്ട് അമ്മായിയോടൊക്കെ സംസാരിച്ച് ആ ദേഷ്യത്തിൻ്റെ പേരിൽ അമ്മായിയോട് മിണ്ടാണ്ടായതാണ്. ഞങ്ങളത്ര കാര്യമാക്കി എടുത്തില്ല. അവളുടെ കുട്ടിക്കുറുമ്പ് പിടിവാശിക്കാന്ന് കരുതി അന്ന് അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ അങ്ങോട്ട് സംസാരം ഇല്ലാണ്ടായി, പിന്നെ സംസാരേ ഇല്ലാണ്ടായി. ആ സഹോദരി അവിടെ ഒരു റൂമിൽ ജീവിക്കുന്നു, ഇവളുടെ രീതി ജീവിക്കുന്നു. ഒരിക്കലും ഒരു സംസാരമില്ല. എന്ത് ചെയ്തു? ഈ പ്രാർത്ഥിക്കുന്ന സഹോദരി ഈ മകളെയും ഈ സ്വന്തം മോളെയും അമ്മായിയെയും വിളിച്ചു കൊണ്ടുപോകും. ഈ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിർത്തി, ചിത്രത്തിൻ്റെ മുമ്പിൽ നിർത്തി. എന്നിട്ട് ഇവളെ മുട്ടുകുത്തി ഈ അമ്മായിയുടെ കാലിൽ തൊട്ട് മാപ്പ് ചോദിച്ചു. ഇത്ര കാലം ഞാൻ മിണ്ടാതിരുന്നതിനും മനസ്സിൽ വിദ്വേഷം വെച്ച് പുലർത്തിയതിനും അപമാനിച്ചതിനും ഈ പെങ്കൊച്ച് അമ്മായിയോട് അമ്മയുടെ മധ്യസ്ഥതയിൽ മാപ്പ് ചോദിച്ചു, പ്രാർത്ഥിച്ചു. എന്നുണ്ടായി? 1 മാസം കഴിഞ്ഞില്ല, നല്ലൊരു ആലോചന, വിവാഹാലോചന അവൾക്ക് വരികയാണ്. വിവാഹം കഴിഞ്ഞ് വലിയ സന്തോഷത്തിലാണ് ആ കുടുംബം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക. വലിയ സന്തോഷത്തിൽ, വലിയ അനുഭവത്തോടെയാണ് അച്ഛത് പറയുക. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? അപ്പോൾ അതാണ് ഈശോ പറയുക, ക്ഷമിക്കാത്ത വ്യക്തി ബന്ധനത്തിലാണ്. ക്ഷമിക്കാത്ത അവസ്ഥയിൽ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം അവിടെ കേൾക്കില്ല. അതാണ് പറയുക. അതേ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-ാം തിരുവചനം, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ക്ഷമിക്കാത്ത വ്യക്തിയുടെ ഹൃദയത്തിൽ അത് സാത്താനുണ്ട്. അത് സാത്താന് പറ്റിയൊരു അവസരമാണ്. ക്ഷമിക്കാത്ത മനസ്സ്, ക്ഷമിക്കാത്ത ഹൃദയം സാത്താന് നല്ലൊരു അവസരവും നല്ലൊരു സാഹചര്യമാണ് നമ്മിൽ പ്രവർത്തിക്കാനും നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കാനും. അത് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരൻ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈശോ പറഞ്ഞത് മത്തായി 5:23, നീ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരനോ സഹോദരിക്കോ നിന്നോട് എന്തെങ്കിലും വെറുപ്പെന്ന് തോന്നിയ ബലിവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം പോയി സഹോദരനുമായി രമ്യപ്പെട്ട് വന്ന് ബലിയർപ്പിക്കുക. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈശോ ഒരു ബലിയർപ്പിച്ചപ്പോൾ എല്ലാവരും ക്ഷമിച്ചുകൊണ്ടാണ് ബലിയർപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരൻ മനസ്സിലാക്കുക, ദുർമരണം എന്ന് പറയുന്നത് ഇങ്ങനെ വെള്ളത്തിൽ പോയി പാമ്പ് പിടിയേറ്റ് ഡിമിനലേറ്റ് ഇടിവെട്ടേറ്റ് മരിക്കുന്നു എന്നല്ല ദുർമരണം. ക്ഷമിക്കാതെയുള്ള മരണമാണ് ദുർമരണം. ക്ഷമിക്കാതെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകളൊക്കെ ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തും. ആരാ ത്രേസ്യ, ആരാ ഔസേപ്പ്, ആരാ റോസി, ഇങ്ങനെയൊക്കെ ചോദിക്കും. കാരണം എന്താ? ക്ഷമിക്കാതെ മരിക്കുന്നവർ അവർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ സാധിക്കില്ല. അവർ സാത്താൻ്റെ പിടിയിലാണ്. നമുക്ക് ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിക്കാം. ഹാലലിയ ഹാലലിയ ഹാലലിയ. കണ്ണുകൾ അടച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകാൻ വേണ്ടി സ്തുതിക്കുക. വെറുപ്പിൻ്റെ ദുരാത്മാവ് വിട്ടുപോകാൻ വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമ്മെ ഒത്തിരിയേറെ പേര് ദ്രോഹിച്ചവരുണ്ടാവും. നമ്മൾ ദ്രോഹിച്ച വ്യക്തികളുണ്ട്. അവരെയൊക്കെ ഈ സമയം ദിവികാനത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. ദിവികാന് ഈശോയുടെ മുമ്പിൽ അവരൊക്കെ ഒന്ന് സമർപ്പിച്ച് ക്ഷമിച്ചുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. പോരാ 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 പോരാ. കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാവും. ഈ വചനന്റെ അഭിഷേകം നിറയട്ടെ. തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? സ്തുതിക്കുക സ്തുതിക്കുക. പോരാ 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 പോരാ.
ഹല്ലേലൂയ പറഞ്ഞ അല്പസമയം ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വേഗത്തിൽ സ്തുതിച്ചോ, വേഗത്തിൽ സ്തുതിച്ചോ, വേഗത്തിൽ സ്തുതിച്ചോ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി സ്തുതിച്ചോ. പരിശുദ്ധാത്മാവിനോട് പറയുക, ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവെ ക്ഷമിക്കാൻ പഠിപ്പിക്കണേ, പരിശുദ്ധാത്മാവെ എളിമപ്പെടാൻ പരിശുദ്ധാത്മാവെ എന്നെ പഠിപ്പിക്കണേ, പരിശുദ്ധാത്മാവെ വിട്ടുകൊടുക്കാൻ പരിശുദ്ധാത്മാവെ പഠിപ്പിക്കണേ. ഇതാ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. നിന്റെ കുടുംബത്തിന്റെ വലിയൊരു ബന്ധനം, നിന്റെ വ്യക്തി ജീവിതത്തിലെ വലിയൊരു ബന്ധനത്തിന്റെ കാരണം ഇതാണ്. നിന്റെ മനസ്സിലെ സ്നേഹം കുറവ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, വെറുപ്പ്. നീ എന്ത് വില കൊടുത്ത് അത് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ശിമയോനെ, നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടില്ല. കാരണം നിന്റെ ഹൃദയം കടുത്ത വിദ്വേഷത്തിലും വെറുപ്പിലുമാണ്. ഒന്ന് ഉച്ചത്തിൽ വിളിച്ച് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, യേശുവേ